ജനുവരി 21 രണ്ടാം ആഴ്ചയിലെ ബുധനാഴ്ച. മാർക്കോസ് 3:1 മുതൽ 6 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ആഗ്നസ് എന്ന പേരിൻ്റെ അർത്ഥം കുഞ്ഞാട് എന്നാണ്. ക്രിസ്തുമതത്തിലെ ചരിത്രത്തിലെ ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് അവൾ. അവളുടെ അചഞ്ചലമായ വിശ്വാസവും വിശുദ്ധിയും സഭ ആഘോഷിക്കുന്നു. AD 291 റോമിൽ ജനിച്ച ആഗ്നസ് സമ്പന്നയും കുലീനരുമായൊരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. ചെറുപ്പമായിരുന്നിട്ടും അസാധാരണമായ ധൈര്യവും ക്രിസ്തുവിനോടുള്ള ഭക്തിയും ആഗ്നസ് പ്രകടിപ്പിച്ചു. പീഡനങ്ങളെ നേരിട്ടുകൊണ്ട് ഉറച്ച വിശ്വാസത്തിൻ്റെ മാതൃകയായി. വെറും 12 വയസ്സുള്ളപ്പോൾ ആഗ്നസിനെ ഒരു ജഡ്ജിയുടെ മുമ്പായി കൊണ്ടുവന്നു. സമ്പത്തിൻ്റെ വാഗ്ദാനങ്ങളിലൂടെയും പീഡന ഭീഷണികളിലൂടെയും അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ രക്തത്താൽ നിങ്ങളുടെ വാളിനെ നിങ്ങൾക്ക് കളങ്കപ്പെടുത്താം, പക്ഷേ ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ട എൻ്റെ ശരീരത്തെ ഒരിക്കലും അശുദ്ധമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ആഗ്നസ് വഴങ്ങാൻ വിസമ്മതിച്ചപ്പോൾ അവളെ ഒരു വേശ്യാലയത്തിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിരുന്നാലും അവളുടെ വിശുദ്ധി അവിടെയും അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു. അവളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ച ഏതൊരു പുരുഷനും അന്ധത ബാധിച്ചുവെന്നും ധീരനായ ഒരു യുവാവ് അവളെ സമീപിച്ചപ്പോൾ അന്ധത ബാധിച്ച് പിന്നീട് ആഗ്നസിൻ്റെ പ്രാർത്ഥന മൂലം സൗഖ്യം പ്രാപിച്ചുവെന്നും ഒരു പാരമ്പര്യം പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു മത നേതാക്കളുമായി വീണ്ടും ഏറ്റുമുട്ടുന്നത് നാം കാണുന്നു. പ്രാദേശിക സിനഗോഗിലാണ് സംഭവം. യേശുവിനെ കുറ്റം ചുമത്താനുള്ള തെളിവുകൾക്കായി മത നേതാക്കൾ ശ്രമിക്കുകയായിരുന്നു. ഒരു സാബത്ത് ദിനത്തിൽ യേശു ശോഷിച്ച കൈയുള്ള ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുമോ എന്ന് അവർ ഉറ്റുനോക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ മനുഷ്യനെ അവിടെ കൊണ്ടുവന്നതും യേശുവിനെ കെണിയൊരുക്കാനുള്ള ഒരു തന്ത്രവും ആകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അവസ്ഥയോ ഉള്ള ഒരു വ്യക്തിയെ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് തികച്ചും നിന്ദ്യമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് യേശുവിന് പൂർണ്ണമായി അറിയാമായിരുന്നു. ഒരു മടിയും കൂടാതെ അവൻ ആ മനുഷ്യനോട് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വന്നു നിൽക്കാൻ പറയുന്നു. എന്നിട്ട് അവൻ തൻ്റെ ചോദ്യം ചോദിക്കുന്നു: സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ അല്ലെങ്കിൽ കൊല്ലുന്നതോ ഏതാണ് നിയമാനുസൃതം? അവൻ്റെ എതിരാളികൾ നിശബ്ദരാവുന്നു. ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ സത്യസന്ധത അവർക്കില്ലായിരുന്നു. ഫരിസേയരുടെ ഹൃദയ കാഠിന്യത്തിൽ യേശു വളരെയധികം ദുഃഖിതനും കോപാകുലനുമായി. തുടർന്ന് യേശു ആ മനുഷ്യന് നേരെ തിരിഞ്ഞ് അവൻ്റെ കൈ നീട്ടാൻ ആവശ്യപ്പെടുന്നു. ആ മനുഷ്യൻ അങ്ങനെ ചെയ്തപ്പോൾ ഉടനെ അവൻ്റെ കൈ സുഖപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമതം സ്നേഹബന്ധങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ നിയമങ്ങൾ പാലിക്കുന്നതിനെ കുറിച്ചല്ല. സ്നേഹത്തിൻ്റെ നിയമം ഒഴികെയുള്ള എല്ലാ നിയമങ്ങളും ആപേക്ഷികമാണ്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ മോളച്ചൻ CSSR ഫ്രം കേരള.